മുത്തുനബി സ്വല്ലല്ലാഹു മുഅ്മിനീങ്ങളെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പരിശുദ്ധമായ ഖബറുകളുടെ സമീപത്ത് കൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറിൽ നിന്ന് വല്ലാതെ വേദനകൾ കേൾക്കുകയാണ്. വേറൊരു ഖബറിൽ നിന്നും വേദന കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് നിന്നോ. എന്നിട്ട് പച്ച ഈത്തപ്പന തണ്ടെടുത്തിട്ട് രണ്ട് ഖബറിന്റെയും അപ്പുറത്തും ഇപ്പുറത്തും നാട്ടിവെക്കുകയാണ്, കുത്തിവെക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ, എന്താണ് നബിയെ കാരണം, എന്തിനാണ് നബിയെ അങ്ങ് രണ്ട് ഖബറുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും നനതയം ഉണങ്ങാത്ത നല്ല പച്ചയായ ഈത്തപ്പന തണ്ടെടുത്ത് നട്ടതെന്തിനാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലയുഅദ്ദിബാനി, രണ്ടുപേരും ഖബറിൽ ശിക്ഷകൾ അനുഭവിക്കുകയാണ്. ഭയാനകമായ ശിക്ഷ രണ്ടുപേരും ഖബറിൽ അനുഭവിക്കുകയാണ്. ആ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ആ രണ്ട് ഖബറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ പച്ചത്തണ്ടുകൾ നാട്ടിപ്പിടിപ്പിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, ഒരു സുന്നിയായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു വലിയ തെളിവ് കൂടിയാണത്. കാരണം ഒരു പച്ച ഈത്തപ്പന തണ്ട്, ആ തണ്ട് എന്തിനാണ് ഖബറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നാട്ടേണ്ട ആവശ്യം എന്താ? മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കണ്ടേ? ആ ഈത്തപ്പന തണ്ടി അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നുണ്ട്, അതിന്റെ ഇലകൾ ദിക്ർ ചൊല്ലുന്നുണ്ട്. ആ ദിക്റുകൾ ചൊല്ലുമ്പോ അതിന്റെ ഗുണം ഖബറിന്റെ അകത്ത് കിടക്കുന്നയാൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഖബറിൽ നിന്ന്, അദാബിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എത്ര വലിയ തെളിവാണ് മുഅ്മിനീങ്ങളെ! വിശ്വാസിയായ ഒരു മുഅ്മിനായ മനുഷ്യന് വിശുദ്ധമായ ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി ഖബറിലേക്ക് ഹദിയ ചെയ്യൽ, അല്ലാ എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് അത്! ഖബറിൽ എത്തൂലേ? അതിന്റെ കാരണമായി ഖബറിലെ ശിക്ഷ ലഘൂകരിക്കപ്പെടൂലേ? നമുക്കുള്ള വലിയ തെളിവാണത്. വിവരദോഷികളായ, വിവരമില്ലാത്ത ബിദ്അത്തിന്റെ കക്ഷികൾ, അവര് ഖുർആൻ ഓതിയാൽ ഖബറിലെത്തൂല, ദിക്ർ ചൊല്ലിയാൽ ഖബറിലെത്തൂല, സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിലെത്തൂല എന്ന് മുഅ്മിനീങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുകയാണ്. എന്നാൽ മുത്തു റസൂലുള്ളാഹി തങ്ങള് അചേതന വസ്തുവായ ജീവനില്ലാത്ത ഇലകൾ ചെല്ലുന്ന ദിക്റുകള് ഖബറിലേക്ക് എത്തുമെങ്കിൽ എന്തേ മുഅ്മിനായ ഒരു മനുഷ്യൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബറിലെത്തിക്കാൻ അല്ലാഹുക്ക് കഴിയൂലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നോ സ്വഹാബ, അവർ രണ്ടുപേരും ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അപ്പൊ എന്തിനാണ് നബിയെ അവര് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, സ്വഹാബാ, ഒരാള് മൂത്രമൊഴിച്ച് മനോഹരിക്കാത്ത ആളാണ് സ്വഹാബാ. ആദ്യത്തെ ചോദ്യം, നീ നന്നായി മൂത്രമൊഴിച്ച് മനോഹരിച്ചിട്ടുണ്ടോ എന്നതാണ്. രണ്ടാമതായി മറ്റൊരു ഖബറിൽ അയാള് നമീമത്ത് പറയുന്ന ആളാണ്, ഏഷണി പറയുന്ന ആളാണ്, പരദൂഷണം പറയുന്ന ആളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ നല്ലത് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെ കുറിച്ചും നമ്മൾ ഏഷണി പറയണ്ട, പരദൂഷണം പറയണ്ട, ഒരാളെ കുറിച്ചും കുറ്റങ്ങൾ പറയണ്ട. നന്നായി മൂത്രമൊഴിച്ച് മനോഹരിച്ചോ, ബാത്റൂം എന്നും വൃത്തിയോടെ കൊണ്ടു നടന്നോ. ഇത് മൂത്രമൊഴിച്ചിട്ട് മനോഹരിക്കൂല, അങ്ങോട്ട് എഴുന്നേറ്റ് ഓടാൻ. ജീൻസ് പാന്റാണ് ഇട്ടത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, ഓൻ മൂത്രമൊഴിച്ച കാര്യം പറയേണ്ട ആവശ്യമില്ല.
അവന്റെ ശരീരത്തിൽ എവിടെയൊക്കെ മൂത്രമായിട്ടില്ല എന്നേ ചിന്തിക്കേണ്ടതുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും അയാളുടെ ശരീരത്തിൽ മൂത്രമായിട്ടുണ്ടാവും. കാരണം ഈ ജീൻസ് പാന്റ് അഴിച്ചിട്ട് ഒന്ന് മൂത്രമൊഴിച്ചിട്ട് അതങ്ങോട്ട് എടുത്തിട്ട് ഓടുകയാണ്. നന്നായി മൂത്രമൊഴിച്ച് അതിന്റെ അവസാനത്തെ തുള്ളിയും പുറത്തേക്ക് വരുന്നത് വരെ കാത്തു നിൽക്കാൻ സമയമില്ല. അല്ലാ, സ്ത്രീകളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നന്നായി ശ്രദ്ധിക്കണം. ബാത്റൂമിൽ പോയാൽ അവിടെ ഒരു വൃത്തി ഉണ്ടാവൂല. ഒരു ഭാഗത്ത് ഇങ്ങനെ കപ്പ് കിടക്കുന്നുണ്ടാവും. ആ ബാത്റൂമിന്റെ ഉള്ളിൽ വൃത്തിയാക്കാനുള്ള സമയമില്ല. അത് അവിടെ എവിടെയെങ്കിലും ഒക്കെ മൂത്രമൊഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ മുഴുവനും നജസാക്കി അങ്ങനെ വെള്ളം പോലും ഒഴിക്കാതെ അങ്ങനെ വൃത്തികേടോടെ വീട്ടിന്റെ ബാത്റൂം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. പാടില്ല, പാടില്ല. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ മക്കളോട് നന്നായി അത് ബോധമുണ്ടാക്കി കൊടുക്കണം. അവര് ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അതൊക്കെ കൃത്യമായി മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ വീടുകളൊക്കെ നന്നായി വൃത്തിയാക്കുക. എല്ലാവരും റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് പറയ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതൊരു പുണ്യമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ റമളാനിനെ സ്വീകരിക്കുകയാണ്. ഏതൊന്നിന്റെയും ഭംഗി അതിനെ ആദരിക്കലാണ്, അതിനെ ബഹുമാനിക്കലാണ്. വിശുദ്ധമായ റമളാനിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണത്. നമ്മുടെ വീടുകളൊക്കെ ഒരു 2 ദിവസം, നാളെയും മറ്റന്നാളും, വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ അങ്ങനെ, അന്ന് രാത്രി നമുക്ക് ബറാത്തിന്റെ രാവല്ലെങ്കിലും വിശുദ്ധമായ മക്കയിലും മദീനയിലുമെല്ലാം അന്നത്തെ രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവും ശനിയാഴ്ച രാവും 2 രാവും പുണ്യമേറിയ 2 രാവുകളാണ്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ തന്നെ മദനീയം പരിപാടി കേൾക്കുന്ന 10,000-കണക്കിന് മോമിനീങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് മോമിനീങ്ങളുണ്ട്. അവരോടെല്ലാവരോടുമാണ് ഞാൻ ഉപദേശം പറയുന്നത്. നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാകണം. എല്ലാ വീടുകളിലും നനച്ചുകുളികൾ നടത്തണം. സാധനങ്ങൾ എടുത്ത് പുറത്ത് വെച്ച് എല്ലാ റൂമുകളും കഴുകി വൃത്തിയാക്കി. അങ്ങനെ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഷോർട്ട് സർക്യൂട്ട് ആവാതെ, അല്ലെങ്കിൽ കരണ്ടുമായി ബന്ധപ്പെട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് വീടുകളൊക്കെ നന്നായി കഴുകി നന്നായി വൃത്തിയാക്കി ആ സാധനങ്ങളൊക്കെ നല്ല മട്ടത്തിൽ വീട്ടിലെടുത്ത് വെക്കുക. ഇത് കുറെ സാധനങ്ങൾ അവിടെ, കുറെ സാധനങ്ങൾ ഇവിടെ. ഒരു റൂമിന്റെ ഉള്ളിൽ പോയി നോക്കിയാൽ അറിയാം ആ വീട്ടുകാരുടെ സ്വഭാവം എന്താ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ബാത്റൂം നോക്കിയാൽ അറിയാം ആ വീട്ടിലുള്ളവർക്ക് വൃത്തിയുണ്ടോ വൃത്തിയില്ലേ. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്, എന്തറിയോ? ഞാൻ എവിടെ വീട്ടിലേക്ക് പോയാലും മദനിയ ഉസ്താദ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ വേഗം ബാത്റൂം അവർ വൃത്തിയാക്കും. കാരണം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ബാത്റൂം കണ്ടാൽ അറിയാം ആ വീട്ടുകാരുടെ സ്വഭാവം. അപ്പൊ അവര് വേഗം ബാത്റൂം വൃത്തിയാക്കും. കാരണം അത് വീട്ടുകാരെ മനസ്സിലാക്കി പോകണ്ട എന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത്, എല്ലാ വീട്ടിലെയും ബാത്റൂമും ആ വീടിന്റെ സിസ്റ്റവും കണ്ടാൽ അറിയാം ആ വീട്ടിലുള്ളവർക്ക് വൃത്തിയുണ്ടോ വൃത്തിയില്ലേ എന്ന്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വീടുകളും ഒരു സിസ്റ്റമാറ്റിക്കിൽ വരണം. ഇത് കുറെ സാധനങ്ങൾ അവിടെ, കുറെ ഷഡ്ഡി അവിടെ അയച്ചിട്ടുണ്ടാകും, കുറെ ബനിയൻ അവിടെ അയച്ചു വെച്ചിട്ടുണ്ടാകും, കുറെ വസ്ത്രങ്ങൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടാകും. ഇതൊന്നുമല്ല വീടിന്റെ സിസ്റ്റം. ഒരു വീട്ടിൽ അതിന് വെക്കേണ്ട സ്ഥലം വേണം, കൃത്യ സ്ഥലത്ത് അത് വെക്കണം. അങ്ങനെ എല്ലാ വീടുകളും നല്ല വൃത്തിയുള്ള വീടുകളായി മാറണം. അതിനുള്ള അവസരമാണ് ഈ ബറാഅത്തിന്റെ. അതുകൊണ്ട് എല്ലാ പണികളും സ്ത്രീകളുടെ തലയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നിൽക്കണ്ട. ആണുങ്ങൾക്ക് കൂടി അത് ബാധകമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി ഭാര്യ ഭർത്താവിനെ സഹായിക്കുക, ഭർത്താവ് ഭാര്യയെ സഹായിക്കുക. അങ്ങനെ എല്ലാവരും പരസ്പരം സഹകരിച്ച് ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെച്ച് ബറാഅത്തിന്റെ രാവിന് വേണ്ടി തയ്യാറാവണേ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.